ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ മാരുതി ഇടിച്ചത്. ഓക്കെ, നമ്മളവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇയാളും കൊണ്ടുവന്ന് ഇടിച്ചതാ. ഇപ്പോൾ 3 ആളായി നമ്മളെയും കൂടി കൂട്ടി. നമുക്കെന്തായാലും അയാളോട് കുറേ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് അയാളെ വണ്ടി നമ്മൾ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. അയാളെ വണ്ടി ഇപ്പം അവിടുന്ന് നീങ്ങുന്നില്ല, അതാണ് പ്രശ്നം. ബാക്കിയുള്ള അയാളെ വണ്ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളെ മെക്കാനിക് കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പം ഞാനെന്തായാലും വണ്ടി എടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പ് പോകേണ്ടി വരും. അല്ലാതെ എനിക്കൊരു മെക്കാനിക്കും ഇങ്ങോട്ട് വന്ന് തരൂല, അത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം. അപ്പം അങ്ങനെയും കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ വണ്ടി ഹീറ്റ് ആവണില്ല, ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് മെല്ലെ പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ പോയിട്ട് എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പ് പോയി കണ്ടുപിടിക്കണം. ഇവിടെ അടുത്ത് എവിടെയും വർക്ക്ഷോപ്പ് ഇല്ല എന്നാണ് പറഞ്ഞു കേട്ടത്. നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വണ്ടി നന്നാക്കണ്ടെന്നല്ല, നമുക്ക് നമ്മളെ ഗ്യാരേജിൻ്റെ അവിടേക്കൊന്ന് പോകണം. അവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു വില്ലേജ് പോലത്തെ ഒരു സ്ഥലമല്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാണ്. വണ്ടി മെല്ലെ പോകാനേ പറ്റുള്ളൂ. 100, 100 അങ്ങനത്തെ ഇതിലൊക്കെ പോകാൻ പറ്റുള്ളൂ. മറ്റേത് 200 കിടക്കൂലായിരുന്നു. അപ്പോൾ അതൊന്നും കിടക്കും, പക്ഷേ ഹീറ്റ് ആവണില്ല, ആ ഒരു പ്രശ്നത്തുണ്ട്. ഓക്കെ, നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ടാണ് ആക്സിഡൻ്റ് ആയത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളെ അങ്ങോട്ട് പോവാം, വില്ലേജ് സൈഡിൽ. ഇനി അഥവാ നമുക്ക് എവിടെന്നെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നന്നാക്കുക. ഇനി അഥവാ ഇവിടുന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇത് 1 വേ അല്ലേ, അങ്ങനെ തന്നെ പോകാം. ഒന്ന് ഡിമ്മടിച്ച് നോക്കാം, അപ്പം പോയിക്കോളും. എന്താ ഡിമ്മടിച്ചിടാൻ പോകാത്തത്? പക്ഷെ എപ്പോഴും നല്ല സ്പീഡിൽ ഇപ്പം തന്നെ പോകുന്നുണ്ട്. അതോ എനിക്കാണെങ്കിൽ കൺട്രോളും തെറ്റുണ്ട് ഗൈസ്. സംഭവം എന്താ അറിയില്ല. പക്ഷെ ബ്രേക്ക് നല്ല കിട്ടുന്നുണ്ട്. ഉണ്ടാ സുഖമായിട്ട് കിട്ടും ബ്രേക്ക്. എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയാൽ ഞാൻ മാരുതിൻ്റെ വണ്ടിയാണ്, അല്ല ബസ്സൊന്നുമല്ല. എവിടെന്നെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ഗ്യാരേജിൻ്റെ അവിടേക്ക് പോകേണ്ടി വരില്ലായിരുന്നു. ഇത് നമ്മളെ പെട്രോളും പോകും ഗൈസ്, അതാണ് പ്രശ്നം. നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സ്പീഡ് ട്രാക്ക് കയറാം. അല്ലെങ്കിൽ സ്പീഡൊന്നും ഇല്ല, എന്നാലും വെറുതെ കയറ്റിട്ടേക്കാം. ഓക്കെ, നമുക്ക് നോർമൽ ട്രാക്കൊക്കെ തന്നെ ഇറങ്ങാം. സ്പീഡ് ട്രാക്കിൽ ഒരു പോയിക്കോട്ടെ. വൈപ്പർ ഇടട്ടെ, മഴ പെയ്യുന്നുണ്ട്. അതോ സ്ലിപ്പാവുണ്ടിട്ട് ആ റോഡൊക്കെ. ഓണ്ടടാ, എന്തൊരു കൺട്രോൾ കിട്ടാത്തത്. ഓക്കെ, നമുക്ക് എന്തായാലും വില്ലേജിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇപ്പം നല്ല നമ്മൾ ടോട്ടലി ഒരു വില്ലേജ് സൈഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ എവിടെന്നെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കിട്ടിയെങ്കിൽ നന്നായിരുന്നു പറയാം. എനിക്കല്ലെങ്കിൽ ഈ സ്ഥലം കുറേ ഞാൻ പോയ പരിചയമുണ്ട്. എനിക്ക് ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ 2 ഗ്യാരേജ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ എനിക്ക്. അല്ലാതെ എനിക്ക് ഇങ്ങനത്തെ ഇവിടുത്തെ സ്ഥലം കടകളൊന്നും അറിയില്ല എനിക്ക്. ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ തപ്പിത്തിരിഞ്ഞ് നടക്കുന്നത്. നോക്കി എവിടെന്നെങ്കിലും കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരും. കാരണം ഇവിടെയൊക്കെ മെക്കാനിക്ക് കിട്ടും. ഞാൻ ആ ഭാഗത്ത് മാത്രം മെക്കാനിക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഇവിടെ ഇടേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മളെ ഗ്യാരേജ്. ആടാ, ഇവിടെ ഒരു ഒരെണ്ണമുണ്ട് നന്നാക്കണത് കട. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി ഇടാം. നമ്മളെ വണ്ടി ഒന്നുണ്ട് ഇവിടെ മാത്രം. ബാക്കടിക്ക് അവിടെ നോട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ആളോട് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് വരാം. ഹെഡ്ലൈറ്റ് ഓഫ് ആക്കട്ടെ, സംസാരിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ. നമുക്ക് എന്തായാലും സംസാരിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അയാൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാക്കി തരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും അതുവരെയായിട്ട് പോവാം. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.